ഈ ഒരു ബുക്ക് ഉണ്ടല്ലോ, ഇതാണ് കേട്ടോ ഞാൻ കറൻ്റ്ലി ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറ്റ് എൻഡ് വിത്ത് അസ്. ഒരു അടിപൊളി ബുക്കാണ്. ഇത് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു ക്രാഫ്റ്റ് എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല. നമ്മളിന്നൊരു അതിന് വേണ്ടിയിട്ടുള്ളൊരു ബുക്ക് മാർക്ക് ഉണ്ടാക്കുകയാണ്. ഒരു ബുക്ക് വാങ്ങിച്ചാലും അത് വായിച്ചുകൊണ്ടിരിക്കുമ്പോഴും എവിടെയെങ്കിലും എടുത്തു വെക്കുകയാണെങ്കിലും അത്രയും കെയറോടെയാണ് കേട്ടോ ഞാൻ എല്ലാം ചെയ്യുക. കാരണം ബുക്കിന് അങ്ങനെ അതിൻ്റേതായിട്ടുള്ളൊരു നീറ്റ്നെസ്സിൽ കൊണ്ടുപോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അതിലെന്തെങ്കിലും പേജസിൽ എന്തെങ്കിലും ചുളിവോ അങ്ങനെ എന്തെങ്കിലും വരുന്നതൊന്നും എനിക്കിഷ്ടമല്ല. നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭാഗത്ത് വെച്ച് നിർത്തിയിട്ട് നമ്മൾ പിന്നെ എടുത്തു വെച്ച് പിന്നെ ഒരു ദിവസം വായിക്കുമ്പോൾ അതിൽ നമ്മളൊരു എന്തെങ്കിലും അടയാളം വെക്കില്ലേ. ചിലവരത് ബുക്കിൻ്റെ ആ പേജിന് മടക്കി വെക്കാറുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യില്ല കേട്ടോ. ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ ആ പേജ് നമ്പർ എന്ത് ചെയ്യും മനസ്സിൽ ഓർത്ത് വെക്കാനാണ് ചെയ്യാറുള്ളത്. ചില ദിവസം ഞാനത് മറക്കും. പിന്നെ വായിച്ചത് ചിലപ്പോൾ വീണ്ടും വായിക്കാറൊക്കെ ഉണ്ട്. അതായത് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അങ്ങനെയൊക്കെ ആവാറുണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ടാണ് ഞാൻ ഇന്നൊരു ബുക്ക് മാർക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ഈ ഒരു ബുക്കായതുകൊണ്ട് തന്നെ അതിൻ്റെ ഏകദേശ തീമിൽ തന്നെയാണ് കളർ തീമൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ബുക്ക് ഉണ്ടല്ലോ, ഇതെൻ്റെ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതിലത്തെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു കോട്ട് തന്നെയാണ് അതിൽ എഴുതിയിട്ടുള്ളത്. ഇറ്റ് സ്റ്റോപ്സ് ഹിയേഴ്സ് വിത്ത് മീ ആൻഡ് യു, ഇറ്റ് എൻഡ് വിത്ത് അസ്. ഇതാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിൽ ആ ഇപ്പോൾ വെക്കുന്ന ഇതൊക്കെ ഉണ്ടല്ലോ, അത് നമ്മുടെ ഇതില്ലേ ഡ്രസ്സുമൊക്കെ ഉണ്ടാകുന്ന ടാഗില്ലേ, അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ റീയൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ആ കോർണറിൽ വെച്ചിട്ടുള്ളതും നമ്മുടെ ഡ്രസ്സിലുണ്ടാവുന്ന ടാഗിൻ്റെ ഒരു സൈഡ് കട്ട് ചെയ്തിട്ടാണ്. എല്ലാം റീയൂസബിൾ ആയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ?